ബാർസലോണ പതിവ് തെറ്റിച്ചില്ല. ലീഗിലെ 23-ാം മത്സരത്തിൽ മല്ലോർക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കാറ്റലോണിൻ പട ജയം കൈവരിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ ലെവൻഡോസ്കിയും എമാലും ബെർണലുമാണ് ബാർസലോണക്കായി ഗോൾ കണ്ടെത്തിയത്. ഇതോടെ 23 മത്സരങ്ങളിൽ നിന്ന് 58 പോയിന്റുമായി ബാർസലോണ ലീഗിന്റെ തലപ്പത്ത് തുടരുകയാണ്. ഫ്ലിക്കിന്റെ ബാർസയുടെ കാവൽപടനായി ഗാർഷിയയും പ്രതിരോധ കോട്ട തീർക്കാൻ ബാൾഡെ, എറി ഗാർഷിയ, പൗക്കു ബാർസി, കൗണ്ടെ എന്നിവരും, മധ്യനിര അലങ്കരിക്കാൻ ഓൾമോ, മാർക്കസഡോ, ഫെർമിൻ ലോപ്പസും, മുന്നേറ്റ നിരയിൽ റാഷ്ഫോർഡും ലെവൻഡോസ്കിയും ലാമിനെമാലും അണിനിരക്കുന്ന സ്കോഡുമായിട്ടാണ് ബാർസ കളത്തിലിറങ്ങുന്നത്. മറുവശത്ത് ജഗോബയുടെ മല്ലർക്കയും ഒട്ടും മോശമല്ലായിരുന്നു. ബാർസയുടെ ടച്ചോടുകൂടെ തുടക്കം കുറിച്ച മത്സരത്തിലെ ആദ്യ മിനിറ്റുകളിൽ തന്നെ മല്ലോർക്കൻ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ട് റാഷ്ഫോർഡ് ബോക്സിലേക്ക് ഒരു ക്രോസ് ഉയർത്തുന്നുണ്ട്. എന്നാൽ പ്രതിരോധ താരം ഡേവിഡ് ലോപ്പസിന്റെ കൃത്യമായ ഇടപെടൽ വലിയൊരു അപകടം ഒഴിവാക്കുന്നു. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ മല്ലോർക്കയും തങ്ങളുടെ നിർണായക നീക്കം തുടരുകയാണ്. ഇടത് വിങ്ങിലൂടെ ജാൻ വിർജിലിന്റെ മുന്നേറ്റം കാണാമായിരുന്നു. എന്നാൽ കൗണ്ടയെ മറികടന്ന് ഗോൾമുഖത്തേക്ക് പായിച്ച ഷോട്ട് എറി കൃത്യമായി ഇന്റർസെപ്ഷൻ ചെയ്ത് ഒഴിവാക്കുന്നു. ഉടനെ തന്നെ വലത് വിങ്ങിൽ നിന്ന് മറ്റൊരു ക്രോസ് കൂടെ എത്തുകയാണ്, അതും ജാൻ വിർജിനിലേക്ക്. നിർഭാഗ്യമെന്നോണം അതും വലയിലെത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. ഹെഡ് ചെയ്തെങ്കിലും ഗോൾ കീപ്പർ ഗാർഷിയ അത് കൈപ്പിടിയിലൊതുക്കി. വീണ്ടും ജാൻ വിർജിൽ ബാർസലോണയുടെ പ്രതിരോധ കോട്ടയെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് വീണ്ടും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ മുറിക്കിയിലേക്ക് നൽകിയ പാസ് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു. അതോടെ നല്ലൊരു സുവർണാവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. മത്സരത്തിന്റെ 20 മിനിറ്റിലും വിർജിൽ ഒരു ഷോട്ട് തൊടുത്തുവിട്ടെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം വിധിച്ച മല്ലോർക്കയുടെ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബാർസലോണക്ക് വലിയ ഭീഷണിയായി മാറി. പിന്നെ മത്സരത്തിന്റെ 25-ാം മിനിറ്റിലാണ് ബാർസലോണയുടെ സുപ്രധാന നീക്കം വരുന്നത്. റാഷ്ഫോർഡ് തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത്. റാഷ്ഫോർഡ് തൊടുത്തുവിട്ട ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ വെളിയിലേക്ക്. ക്യാമ്പ് നൗ അലകടലായി വെമ്പൽ കൊള്ളാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിലെ 29-ാം മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ ബൂട്ടിൽ നിന്നാണ് ആദ്യ ലീഡ് ബാർസ സ്വന്തമാക്കുന്നത്. റാഷ്ഫോർഡ് ടേക്ക് ചെയ്ത ഷോട്ട് എതിർ പ്രതിരോധ താരത്തിന്റെ തലയിൽ തട്ടി കൃത്യമായി ഓൾമോയുടെ കാലുകളിലേക്ക്. ഓൾമോ പന്തിന് അനായാസം ലെവൻഡോസ്കിയിലേക്ക് വെച്ചു നീട്ടുന്നു. പ്രതിരോധ താരം വാൾജന്റിനെ കബളിപ്പിച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. നൗ ബാർസലോണ 1 മല്ലോർക്കനിൽ. പിന്നാലെ റാഷ്ഫോർഡ് നിരന്തരം കളിമനയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ലെവൻഡോസ്കിയെ ഫൗൾ ചെയ്തത് കാരണമായി ബാർസലോണക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കിക്കെടുക്കാൻ തയ്യാറാകുന്നത് ബാർസയുടെ 14-ാം നമ്പറുകാരൻ റാഷ്ഫോർഡ് ആയിരുന്നു. ഉന്നം പിടിച്ച് പായിച്ച ഫ്രീ കിക്ക് ഗോൾ കീപ്പർ റോമൻ റിക്കോൽമി തട്ടിയകറ്റുന്നു. എന്നിരുന്നാലും അപകടം ഒഴിവാകുന്നില്ല. തട്ടിയകറ്റിയ ബോൾ കൗണ്ടയിലേക്ക് സഹതാരങ്ങളെ ലക്ഷ്യമാക്കി പെട്ടെന്ന് തന്നെ ഒരു പാസ് നൽകുന്നു. എന്നാൽ പാസ് എത്തിപ്പിടിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതോടെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ എതിരില്ലാത്തൊരു ഗോളിന് ബാർസലോണ മുന്നിലാകുന്നു. 2-ാം പകുതിയുടെ 56-ാം മിനിറ്റിലാണ് കസഡോയുടെ വെടിച്ചില് ഷോട്ട് വരുന്നത്. ഇടത് വിങ്ങിൽ നിന്ന് ബാൾഡ നൽകിയ ക്രോസ് ക്ലിയർ ചെയ്ത ഡിഫൻഡേഴ്സിന് തെറ്റുകയായിരുന്നു. പന്ത് തക്കം പാർത്തിരിക്കുന്ന കസഡോയുടെ കാലുകളിലേക്ക്. പിന്നെ തൊടുത്തുവിട്ട ഉഗ്രൻ ഷോട്ട് പ്രതിരോധ താരത്തിന്റെ തലയിൽ സ്പർശനമേറ്റ് ബാറിൽ തട്ടിത്തെറിക്കുന്നു. പിന്നീട് ലാമിനെമാൽ വലത് വിങ്ങിലൂടെ എതിരാളികളെ വെട്ടിയൊഴിഞ്ഞു മാറി ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ അവസരങ്ങളുടെ ഭാഗമാണ് മത്സരത്തിന്റെ 56-ാം മിനിറ്റിൽ ഫെർമിനിക്ക് ലഭിച്ച സുവർണാവസരം. മത്സരത്തിലെ 61-ാം മിനിറ്റ്. ക്യാമ്പ് നൗ വീണ്ടും ശബ്ദ കോലാഹലങ്ങളാൽ ആർത്ത് വിളിക്കുന്നു. അതെ, സ്പെയിനിന്റെ യുവതാരം ലാമിനെമാൽ അവതരണം കൊള്ളുന്നു. ഓൾമോ നൽകിയ പാസ് എമാൽ കൃത്യമായി പിടിച്ചെടുത്ത് ഇടം വലം നോക്കാതെ നെയ്ലോൺ വലകളെ ലക്ഷ്യമാക്കി ഷോട്ട് പാഴിക്കുന്നു. ഗോൾ കീപ്പർക്ക് അവിടെ യാതൊരുവിധ റോഡുമില്ലായിരുന്നു. നൗ ബാർസലോണ 2 മല്ലോർക്കനിൽ. മത്സരം അതിന്റെ അവസാനത്തിലേക്ക്. 85-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ബെർണലിനെ ലക്ഷ്യമാക്കി ഒരു ത്രൂ പാസ് നൽകുന്നു. കൃത്യമായി പിടിച്ചെടുത്ത് ബോക്സിലേക്ക് രച്ചുകയറിയ ബെർണൽ വളരെ മനോഹരമായി പന്ത് വലയിലെത്തിക്കുന്നു. അതോടെ മത്സരത്തിന് അന്തിമ കാഹളവും മുഴങ്ങുമ്പോൾ ബാർസലോണ 3 മല്ലോർക്കനിൽ. ഓൾമോ മത്സരത്തിലുടനീളം ഒരു ക്രിയേറ്റീവ് മാസ്റ്റർ ക്ലാസ് ആയിട്ടായിരുന്നു കളിമനഞ്ഞത്. അതിന്റെ ഭാഗമായി തന്നെ 2 അസിസ്റ്റുകൾ താരം സ്വന്തം പേരിൽ കുറിച്ചിട്ടു. യമാലാകട്ടെ തന്റെ മികവുറ്റ പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചും അദ്ദേഹത്തിനായിരുന്നു.
പിന്നെ ലെവൻഡോസ്കിയുടെ മടങ്ങിവരവും അതിനുശേഷമുള്ള ബെർണലിന്റെ ഗോളും ക്യാമ്പ് നൗവിലെ വിജയത്തിന് പത്തനമാറ്റ് കൂട്ടുകയാണ്.